സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജെ കേരളം ഹയർ സെക്കൻഡറി സ്കൂൾ ആലുമിനി ആൻഡ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആയിരുന്നു ക്യാമ്പ്. എറണാകുളം ലൂർദ് ആശുപത്രി, റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ, മെട്രോപോളിസ് എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ മുൻനിർത്തി പുല്ലുവഴിയിൽ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജയ കേരളം ഹയർ സെക്കൻഡറി സ്കൂൾ അലൂമിനി ആൻഡ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ, എറണാകുളം ലൂർദ് ആശുപത്രി, റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ, മെട്രോപോളിസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. എറണാകുളം ലൂർദ് ആശുപത്രിയിലെ ENT വിഭാഗം തലവൻ ഡോക്ടർ ജോർജ് കുരുവിള താമരപ്പള്ളി ക്യാമ്പിൽ എത്തിയവരെ പരിശോധിച്ചു. നമ്മള് ഇപ്പോൾ റെഗുലറായിട്ട് ENT സ്പെഷ്യലൈസ്ഡ് ഹിയറിംഗിന്റെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു 10 years ആയിട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മെട്രോപോളിസ് ആയിട്ട് ആൻഡ് ലൂർദ് ഹോസ്പിറ്റൽ ജോയിൻ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ധ്വനി പ്രോജക്റ്റ്. ഈ ധ്വനി പ്രോജക്റ്റിൻ്റെ ഫോക്കസ് പറഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള കേൾവി ഇല്ലാത്ത കുട്ടികൾക്ക് ഗവൺമെൻറ് സ്കീം വഴി ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ഒരു 6 ലക്ഷം മേളിലാവും അതിൻ്റെ കോസ്റ്റ്. അത് ഗവൺമെൻറ് വഴി സ്പോൺസർ ചെയ്ത് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടാണ്. അങ്ങനെ ട്രെയിനിങ് ചെയ്ത് കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞാൽ കേൾവിയില്ലാത്ത കുട്ടിക്ക് കേൾവി തിരിച്ച് കിട്ടാനായിട്ടാണ്. അത് മാത്രമല്ല, ചെവിയുടെ പാട പൊട്ടിയ പേഷ്യൻസ്, പൊട്ടിയിട്ട് പഴുപ്പ് വരുന്ന, കേൾവിക്കുറവ്, അതുകൊണ്ട് കേൾവിക്കുറവ് വരുന്ന പേഷ്യൻസിന് റോട്ടറി ക്ലബ്ബ് വഴി 50,000 rupees സ്പോൺസർഷിപ്പ് റോട്ടറി പ്രൊവൈഡ് ചെയ്യും. സർജറി ഫ്രീ ആയിട്ട് ലൂർദ് ആശുപത്രി ചെയ്യാനായിട്ടാണ്. ഈ കേൾവിക്കുറവ് നമ്മൾ നേരത്തെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ഇഷ്യൂസ് വരാം. കേൾവി അല്ല പ്രശ്നം വരാൻ പോകുന്നത്, പക്ഷേ ക്ലിയർ ആവുന്നില്ല. നമുക്ക് ആൾക്കാരോട് സംസാരിക്കാം, പക്ഷേ വ്യക്തമാകുന്നില്ല. നമുക്ക് കേൾക്കാം, ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഇഷ്യൂസ് പറഞ്ഞാൽ നമ്മളൊരു 3-4 പേര് സംസാരിക്കുക, അവർ പറയുന്നത് നമ്മൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുക. നമുക്ക് കോൺഫിഡൻസ് ഇല്ല ആൾക്കാരെ ഗ്രൂപ്പായിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പുറകോട്ട് പോയി നമുക്ക് ചിലപ്പോൾ ഡിപ്രഷനിലോട്ടും പോവാം. ഇതാ ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻസ്. ആശുപത്രി PRO സജി ജോബ്, ഓഡിയോളജിസ്റ്റ് തരുൺ തോമസ്, ഹരിത, അസിസ്റ്റന്റ് PRO രജനീഷ് R ക്യാമ്പിന് നേതൃത്വം നൽകി. ശ്രവണ വൈകല്യമുള്ള കുട്ടികളും മുതിർന്നവരും ക്യാമ്പിൽ പങ്കെടുത്തു. നമ്മളിവിടെ കേൾവിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏർലി ഐഡന്റിഫിക്കേഷൻ. ചെറിയ പ്രായത്തിൽ തന്നെ കൊച്ചുങ്ങൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ OE സ്ക്രീനിങ് ചെയ്ത് കുട്ടികളുടെ കേൾവി കുറവുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിലെന്തെങ്കിലും കേൾവിക്കുറവുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ സ്റ്റം ഇവോക്ക് റെസ്പോൺസ് ഓഡിയോമെട്രിയിലൂടെ ബെറ ടെസ്റ്റിലൂടെ കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് കേൾവിക്കുറവുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത കുട്ടികൾക്ക് എത്രയും നേരത്തെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ കൊച്ചിൻ്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ടുള്ള നമ്മൾ എത്ര യങ്ങസ്റ്റ് ആയിട്ട് ചെയ്യുന്നോ അത്രയും നോർമൽ ആയിട്ടുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏർലി ഐഡന്റിഫിക്കേഷൻ. ഇതുകൂടാതെ നമ്മൾ ചെയ്യുന്ന ഒന്ന് പ്രായമായിട്ട് പ്രിസ്ബൈക്യൂസസ് എന്ന് പറയും. പ്രായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേൾവിക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ പലരും പറയുക കേൾക്കുന്നുണ്ട് വ്യക്തമാവുന്നില്ല എന്നുള്ളതാണ് മേജറായിട്ട് പറയുക. അല്ലെങ്കിൽ പുറകുന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാതിരിക്കുക, TVയുടെ വോളിയം പല സമയത്തും കൂട്ടി വെക്കുക, ഇതൊക്കെ കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നേരത്തെ കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യും. അതിന് വേണ്ട രീതിയിൽ ഇപ്പോൾ പാട പൊട്ടിയ മാതിരിയുള്ളതാണെങ്കിൽ അതിന് വേണ്ട സർജറീസും, അല്ല ഞരമ്പിൻ്റെതായ കേൾവിക്കുറവാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് എത്രയും പെട്ടെന്ന് വെക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യം നിബന്ധനകൾക്ക് വിധേയമായി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ലഭിക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് RM രാമചന്ദ്രൻ, സെക്രട്ടറി A കൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എറണാകുളം ലൂർദ് ആശുപത്രി, റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ, മെട്രോപോളിസ് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറായ ENT വിഭാഗത്തിൻ്റെ ഡോക്ടർ, ലൂർദ് ഹോസ്പിറ്റലിലെ തലവൻ ഡോക്ടർ ജോർജ് കുരുവിള താമരപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ഒരു ക്യാമ്പാണ് ഇന്ന് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ഇത്രയും ആളുകൾക്ക്, അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ക്യാമ്പിൽ എത്തിച്ചേരുള്ളൂ എന്നാണ് കരുതിയത്. എന്നാൽ ഞങ്ങളുടെ ശ്രമഫലമായി തന്നെ എന്ന് പറയാം, വേണ്ടത്ര നല്ല പബ്ലിസിറ്റി എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 75-80ഓളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും മുൻഗണന കൊടുക്കുന്ന ഒരു ക്യാമ്പാണ്. അവർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുൻഗണന.
അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ആനുകൂല്യം ഇവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായി വന്നാൽ നിബന്ധനകൾക്ക് വിധേയമായിട്ട് നൽകുന്നുണ്ട്. റോട്ടറി ക്ലബിന്റെ ധ്വനി പദ്ധതിയുടെ ഭാഗമായി 50,000 രൂപ വരെ ചെലവ് വരുന്ന ശസ്ത്രക്രിയകൾ ലൂർദ് ആശുപത്രിയിൽ ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചെവിയിൽ നിന്നും ദ്രാവകം വരുന്നവർക്കും ചെവിയുടെ പാട പൊട്ടിയവർക്കും ക്യാമ്പിൽ പരിശോധന ലഭ്യമായി. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.